So, an unknown man is doing our job in town. എന്താ സംഭവിച്ചത്? അപ്പം പോലീസായിരുന്നോ? ആര്? രാവിലെ ഗോഡോടിക്കറി വന്നോൻ. അവനോ? ഇപ്പോൾ നാട് മുഴുവൻ നമുക്ക് വേണ്ടി പോലീസ് വലവരിച്ചു കാണും. ഹോസ്പിറ്റൽ ഓപ്പറേഷൻ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ അടുത്ത ടാർജറ്റ് അവൻ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇനി എന്താ ചെയ്യാ? ഈ മിഷനുമായി ഇനിയും മുന്നോട്ട് പോകുന്നത് റിസ്ക്കാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ പിടിക്കപ്പെട്ടാൽ ജിഹാദിന്റെ വഴിയെ വരെ നമ്മുടെ സഹോദരന്മാരുടെ ആത്മവിശ്വാസമാണ് ഇല്ലാതാവുന്നത്. അത് പാടില്ല. ഒരു ജിഹാദിയുടെ ഏറ്റവും വലിയ കടമ അവന്റെ പിൻപേ വരുന്നവർക്ക് ജീവിതം കൊണ്ടോ മരണം കൊണ്ടോ പ്രചോദനമാവുകേണ്ടതാണ്. നീ സാറിന് വാട്സാപ്പേ നമ്മൾ ഈ മിഷൻ അബോട്ട് ആവുകയാണെന്ന് പറ. ഓക്കെ. Sir, എന്തു തോന്നുന്നു? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ് കേസ്? ക്രോസ് ബോർഡർ ടെറർ ക്യാമ്പുകളിലേക്ക് എളുപ്പത്തിലെത്തിപ്പെടുന്ന യുവാക്കളിൽ കൂടുതലും ഹവാല ഏജൻസും ഗോൾഡ് സ്മഗ്ലേഴ്സുമാണ്. കഴിഞ്ഞ 2 വർഷം ഒരു ഹവാല ഡീലിലും അവൻ ഉൾപ്പെട്ടിട്ടുമില്ല. ഐ ക്യാൻ സ്മെൽ എ ടെറർ പ്ലാൻ. സർ, അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ വി ഷുഡ് ആക്ട് ഇമ്മീഡിയറ്റ്ലി. നമ്മളിൽ അയാളെ സ്കെച്ചൊക്കെ ഉണ്ടല്ലോ. വി ഷാൽ ഗീവ് ദാറ്റ് ടു മീഡിയ. നോ ആനന്ദ്, വെറും ഒരു ഊഹത്തിന്റെ പുറത്ത് മാത്രം ഇങ്ങനൊരു സെൻസേഷണൽ ന്യൂസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അത് പബ്ലിക്കിനെ പാനിക്കാക്കും. ഹോസ്പിറ്റലിന്റെ ഈസ്റ്റ് എൻട്രൻസ് വഴി അവർ ഓടി രക്ഷപ്പെട്ടെന്നാണ് സെക്യൂരിറ്റിക്കാരന്റെ മൊഴി. ഫോർച്ചുനേറ്റ്ലി വി ഹാവ് എ പോലീസ് സർവീലിയൻസ് ക്യാമറ അറ്റ് ദാറ്റ് റോഡ്. ഗുഡ്. ആ CCTV വിഷ്വൽസ് ഉടനെ കാണണം. യെസ് സർ. പിന്നെ ഹോസ്പിറ്റലിൽ പോലീസ് ഓഫീസറുടെ വേഷം കെട്ടി വന്ന ആളെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ? നോ സർ, നോ ഇൻഫർമേഷൻ. ഏതോ ജൂനിയർ ആർട്ടിസ്റ്റിലെ പോലീസ് സ്റ്റേഷൻ കെട്ടിച്ച് അവൻ നമ്മളെ ഫൂളാക്കിയതാണ്. ഹോസ്പിറ്റലിൽ നടന്നത് അവന്റെ പ്ലേ ആയിരുന്നു. അവൻ ആരാണ്? അവൻ എന്തിനാ നമ്മുടെ പുറകെ? പോലീസല്ല, പക്ഷെ പോലീസ് പേടിയുള്ളവനാണ്. അതാണ് പോലീസ് അറിയാതെ ഹോസ്പിറ്റലിൽ അവൻ അങ്ങനെ ഒരു ഡ്രാമ സെറ്റ് ചെയ്തത്. സെക്യൂരിറ്റി ഉൾപ്പെടെ എല്ലാവരും നമ്മളെ കണ്ട സ്ഥിതിക്ക് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ ഇനി റീസ്റ്റാർട്ട് ചെയ്യുന്ന സീനാവും. അപ്പൊ അടുത്ത നമ്മുടെ ടാർജറ്റ് ഓൻ അറിഞ്ഞു കാണും. അവൻ രക്ഷപ്പെട്ട ഹോസ്പിറ്റലിലെ ഈസ്റ്റ് എൻട്രൻസിലെ CCTV വിഷ്വൽസ് നമ്മളെ ടീം ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഗുഡ്. പ്ലേറ്റ്. അവർ രക്ഷപ്പെട്ട വാഹനം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ വി ക്യാൻ മേക്ക് എ ബ്രേക്ക് ത്രൂ. വണ്ടി നമ്പർ കിട്ടിയാൽ ഉടനെ ട്രാഫിക് കൺട്രോൾ റൂമിൽ അലർട്ട് മെസ്സേജ് കൊടുക്കണം. യെസ് സർ. സർ, റെഡിയാണ് സർ. ഇത് ഹോസ്പിറ്റൽ റോഡിന്റെ വിഷ്വൽ തന്നെ അല്ലേ? അതെ സർ. റോഡിൽ എയ്റോപ്ലെയിൻ. ഈ നഗരത്തിൽ ഏതോ ഒരു കോണിൽ അവൻ നമുക്കെതിരെ കരിക്കൽ നീക്കുന്നുണ്ട്. ഏത് സമയത്താണോ പാവ എടുത്ത് കൊടുക്കാൻ തോന്നിയത്? ആദ്യം ഡോക്ടറെ കാണാം, അത് കഴിഞ്ഞ് ഷോപ്പിംഗ്. ന്യൂക്ലിയസ് മോൾ, സെൻട്രൽ മോൾ, ഗോൾഡ് സൂക്ക്, ഒബ്രോൺ മോൾ, ലുലു മോൾ. എന്ത് കളിയാടത്? നിരകളിയാൻ തോന്നുന്നു. വാ. 5 ഇടങ്ങളിലായിട്ട് 5 മോളുകൾ. ഇതിലേതായിരിക്കും അവരുടെ ലക്ഷ്യം? ലുലു മാളിലേക്ക് തന്നെയല്ലേ? അതെ. ഇനി എന്താണ് നമ്മുടെ അടുത്ത പരിപാടി? എല്ലാ നല്ല കാര്യങ്ങളും കുട്ടികളിൽ നിന്ന് തുടങ്ങണമെന്നല്ലേ? നമുക്കും കുട്ടികളിൽ നിന്ന് തുടങ്ങാം. സ്കൂൾ അവധിയായതുകൊണ്ട് മോളിലെ ഗെയിം ഏരിയയിലാവും ഏറ്റവും കൂടുതൽ തിരക്ക്. ഒന്നല്ല 2 ഡെറ്റനേറ്ററുകൾ ഒരേ സമയം ബ്ലാസ്റ്റ് ചെയ്യണം. 40 പേരെങ്കിലും സ്പോട്ടിൽ തീരും. ജയ് ജിഹാദ്! ജയ് ജിഹാദ്! പോലീസ് ചവിട്ടി വിടട്ടെ? വേണ്ട, നിർത്താതെ പോയാൽ വണ്ടി നമ്പർ വെച്ച് അവന്മാർ ട്രാക്ക് ചെയ്യും.
ഊതിക്കല പെട്ടെന്ന് കഴിയും. നീ നിർത്തിക്കോ. പൊക്കോളൂ സാറേ. പൊക്കോ. പെട്ടെന്ന് വണ്ടി എടുക്കും. പ്രിയമുള്ളവരെ, ഈ ഭാരതത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അത് ഈ സർക്കാരിന്റെ നേട്ടമല്ലേ? അത് ഹോം മിനിസ്റ്റർ കൂടിയായ എന്റെ നേട്ടമല്ലേ? പൂർണ്ണമായും ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സർക്കാരാണിത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇതിനോടകം പങ്കെടുത്തു കഴിഞ്ഞ ഈ ജനസമ്പർക്ക പരിപാടി. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുത്ത ഒരു വാഗ്ദാനവും ഈ സർക്കാർ ഇന്നേ വരെ പാലിക്കാതിരുന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കുക. അപ്പോൾ എനിക്ക് കാര്യക്ഷമതയില്ല എന്ന നിരുത്തരവാദപരമായ ആരോപണം ഉയർത്തി മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിന്റെ ഈ മുറവിളിക്ക് ഞാൻ ചെവി കൊടുക്കണം. നിങ്ങൾ കൂവിക്കോ. പക്ഷേ 5 വർഷത്തേക്ക് നിനക്കൊന്നും എന്റെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ കേന്ദ്ര കമ്മിറ്റിന്ന് ഒരു അറിയിപ്പില്ലാതെ ആരാണ് എഴുതിയത്? അതാ കാർന്നവരുടെ ആൾക്കാർ ചെയ്ത പണിയായിരിക്കും സഖാവേ. വേഗം ഓടിക്കും സഖാവേ. ആ കുഞ്ഞിനൊന്നും വരുത്തല്ലേ ഭവാനി. കല്ലേറിൽ പരിക്കേറ്റ മുഖ്യമന്ത്രി തോമസ് ചാക്കോയെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ജനപിന്തുണയിൽ മനംനൊന്ത പ്രതിപക്ഷത്തിന്റെ പദ്ധതിയാണ് ഈ കല്ലെറിയലിന് പിന്നിലെന്ന് ഭരണപക്ഷം ആരോപിച്ചു. സംഭവം നടന്ന സ്ഥലത്ത് വേണ്ടത്ര നിരീക്ഷണ ക്യാമറകൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഇനി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ പൊതുചടങ്ങുകളും CCTV നിരീക്ഷണത്തിലായിരിക്കുമെന്ന് DGP രാമസ്വാമി പ്രഖ്യാപിച്ചു. നഗരത്തിൽ മിന്നൽ ഹർത്താൽ. മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞതിൽ പ്രതിഷേധിച്ച് ഭരണപക്ഷത്തിന്റെ ഹർത്താൽ. നഗരത്തിൽ പലയിടങ്ങളിലും ഹർത്താൽ അനുകൂലികൾ അക്രമാസക്തരായി. എന്തുപറ്റി? മുഖ്യമന്ത്രിയെ പ്രതിപക്ഷക്കാർ കല്ലെറിഞ്ഞു. ടൗൺ മുഴുക്ക ഹർത്താലാ. വണ്ടികളൊന്നും മാളിലേക്ക് കടത്തിവിടുന്നില്ല. അകത്തുള്ള ആളുകളെല്ലാം പുറത്താക്കി. ഗേറ്റും ക്ലോസ് ചെയ്തു. നമ്മുടെ ഈ മിഷനും പൊളിഞ്ഞു.